ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകണമെന്ന് സൺഡേ ആണ്. അപ്പോൾ കുർബാനയ്ക്കായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നാണ് നമുക്ക് ബൈബിളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം. അപ്പോൾ ബൈബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈബിളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ സൺഡേ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബൈബിളിൻ്റെ ഫൈനൽ കണ്ടീഷൻ. ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ ഇന്നലെ ബൈൻഡ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മളിത് അങ്ങനെ കവറിങ് പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ കവറിങ് പേപ്പറൊക്കെ ഒട്ടിച്ച് ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബൈബിളിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് പള്ളിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പള്ളിയിൽ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കണം. അപ്പോൾ അതാണ് എൻ്റെ വലിയൊരു ടാസ്ക്കായിരുന്നു. ഒത്തിരി മാസത്തെ ഒരു ടാസ്ക്കാണ് നമ്മൾ പൂർത്തീകരിച്ച് ഇന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബൈബിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വീഡിയോസൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വേഗത്തിലൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 611 പേജുള്ള ബൈബിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈബിളിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ബൈബിൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസുകളെല്ലാം അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങാണ്, ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മുടെ നീയക്കുട്ടിയുണ്ട് അഞ്ജുവിൻ്റെ ഒപ്പം പള്ളിയിൽ പോകാനായിട്ട്. അവർ രണ്ടുപേരും കൂടെ മുന്നോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശം, നല്ല കാലാവസ്ഥ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല ചൂടാവും. ഇപ്പോൾ നല്ല കാലാവസ്ഥയ്ക്ക് അല്ലേ? ഇങ്ങനെയുണ്ട് കാലാവസ്ഥ? സൂപ്പർ. ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയാണ്, ചൂട് തന്നെയാണ്. എങ്കിലും പയ്യെ നമ്മൾ തണുപ്പിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്കൊക്കെ ജലദോഷം, ചുമ, പനി അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ അത് എനിക്കും ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വിൻ്ററിലേക്ക് കടക്കുന്ന സമയത്തും എല്ലാ വർഷവും ഉള്ളതാണത്. അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ്ഡ് ആയി, അഡ്ജസ്റ്റഡ് ആയി. എന്നാലും നമ്മൾ മരുന്നൊക്കെ എടുക്കണം അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് ഞങ്ങൾക്ക് കുർബാന. ഒരു കുർബാനയുള്ളൂ, ഹിന്ദി കുർബാനയാണ്. അത് രാവിലെ 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരാഴ്ചയിൽ അഞ്ജുനൊക്കെ, അതായത് കാറ്റക്കിസം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ റോസറി മേക്കിങ്ങിൻ്റെ ഒരു ടൈമായിരുന്നു. അവർക്ക് റോസറി ഉണ്ടാക്കണം എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ പോലെ പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഞ്ജും റോസറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ കുട്ടികളും ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവരുടെ റോസറിയൊക്കെ പള്ളിയിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിതാ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒക്ടോബർ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ജപമാല മാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസം അവർക്ക് കൊന്തയൊക്കെ ഉണ്ടാക്കാൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കൊന്ത എല്ലാ കുട്ടികളും ഉണ്ടാക്കിയിരിക്കുന്ന കൊന്ത ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിസിപ്പൻസിനും സിസ്റ്റേഴ്സ് നമ്പർ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ ആ നമ്പർ റോസറിമ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സിസ്റ്റേഴ്സ് തന്നെയാണ് നോട്ടീസ് ബോർഡൊക്കെ കൊടുത്ത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അഞ്ചു കൊന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ചു കൊന്ത ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞപ്പോൾ കൊന്തയുടെ ലാസ്റ്റ് സ്റ്റേജ് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അഞ്ജുത അപ്പോൾ കൊന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ മൊബൈലിൽ മാതാവിൻ്റെ പാട്ടൊക്കെ വെച്ച് അങ്ങനെയാണ് കേട്ടോ അഞ്ചു കൊന്ത ഉണ്ടാക്കുന്നത്. 2-3 ദിവസമൊക്കെ എടുത്താണ് അഞ്ചു കൊന്ത ഉണ്ടാക്കി തീർന്നത്. ആ സമയത്ത് ഞാനും വളരെ ബിസി ആയിരുന്നു. എനിക്ക് ബൈബിൾ റൈറ്റിങ്ങിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജ് റൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും ഒത്തിരി അധികം ബിസി ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു. കൊന്ത ഉണ്ടാക്കലും അതുപോലെ തന്നെ ബൈബിൾ റൈറ്റിങ്ങും രണ്ടും കൂടെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേജസ് ബൈബിളും കാര്യങ്ങളൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ ടേബിളും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകെ ഒരു മെസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അഞ്ചു കൊന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം നിങ്ങൾക്ക് കാണാം. കൊന്ത ഉണ്ടാക്കാനുള്ള മുത്തൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. പിങ്ക് കളറിലെ മുത്തും അതുപോലെ തന്നെ ഗ്രീൻ കളറിലെയും പിന്നെ ചെറിയ കറുത്ത മുത്തും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഞ്ചു തന്നെ കോർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കോർക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊന്ത ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ.
കൊന്തയൊക്കെ അഞ്ചു ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ സിസ്റ്ററിൻ്റെ കയ്യിൽ. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അത് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ ഇന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ റോസറി മേക്കിങ്ങിൻ്റെ റിസൾട്ട് വന്നു. അഞ്ചു കൊന്ത ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അഞ്ചുവിന് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പ്രൈസ് അനൗൺസ് ചെയ്തു. അപ്പോൾ തേർഡ് പ്രൈസ് ഉണ്ട് അഞ്ചുവിന്. അപ്പോൾ അഞ്ചു ഭയങ്കര ഹാപ്പി. അപ്പോൾ ഞങ്ങൾ ഹാപ്പി. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു കൊന്ത ഉണ്ടാക്കി കൊണ്ടുപോയി. എന്തായാലും ഒരു പ്രൈസ് കിട്ടിയല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പം ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നൊക്കെ വന്ന് കിച്ചണിലേക്ക് കടന്നേക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടല്ല പോയത്. നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവൊക്കെ നല്ലപോലെ വീർത്തിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചട്നി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ ഫ്രീസറിലായിരുന്നു, ഞാൻ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങ ഇനി ഇതിനകത്തുനിന്ന് കുത്തി വേണം ജാറിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വേഗം തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ചൂടാക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കത്തി കൊണ്ട് കുറച്ച് ഇങ്ങനെ കുത്തിയിടണം. സാധാരണ ചട്നി ഉണ്ടാക്കേണ്ട ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ തേങ്ങ എടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട്. ഇന്നെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. നമുക്ക് ചട്നിക്ക് ഇത്രയും മതി. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുവെള്ളം നമുക്ക് ജാറിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇത് ഒന്ന് തണുപ്പൊക്കെ വിടുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസൊക്കെ എടുക്കാമല്ലോ. ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കട്ടെ. ഇത് ഞങ്ങൾ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച ഉള്ളി കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയൊന്നും കിട്ടില്ല. ഇതങ്ങനെ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഭയങ്കര വിലയാണ് അവിടെ. നമ്മൾ നാട്ടിൽ വാങ്ങുന്ന വിലയൊന്നും അല്ല കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഭയങ്കര ഓവർ വിലയാണ്. ഞങ്ങൾ നേന്ത്രപ്പഴം വാങ്ങിയായിരുന്നു. നേന്ത്രപ്പഴം നാട്ടിൽ 40 രൂപ 50 രൂപയൊക്കെ കിലോ ഉള്ളൂ. പക്ഷേ ഇത് 1 കിലോയ്ക്ക് 179 രൂപ അല്ലേ. 1 കിലോയ്ക്ക് 179 രൂപയാണ്. പഴുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണത്. ജസ്റ്റ് ഒന്ന് തുണിയിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നേന്ത്രപ്പഴം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി മാത്രമേ ഞാൻ ചട്നി അരയ്ക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ സാധാ മുളക് പൊടിയും അതുപോലെ തന്നെ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അഞ്ചുവിന് റെഡ് കളറിലുള്ള ചട്നി മതി എന്നാണ് പറഞ്ഞത്. വൈറ്റ് ഇന്ന് വേണ്ട, ഇന്ന് റെഡ് മതി എന്നാണ് ഓർഡർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടുണ്ടാക്കുന്നത്. 2 മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എരിവിനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ പുളിക്ക് പകരം ഇത്തിരി ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു ബ്ലാക്ക് കളർ വരുന്നതാണ്. ബ്ലാക്ക് കളർ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ചൊറുക്കിയ വിനീഗർ ഉണ്ടോ ഒഴിച്ചേക്കണേ. ഇത്തിരി കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളത്തിന് നല്ല ചൂടാണ്. അപ്പോൾ നമുക്കിത് ഇത്തിരി നേരം നീക്കി വെച്ചിട്ട് കുറച്ച് ചൂട് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം ഇഡ്ഡലിയുടെ പണിയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഇഡ്ഡലിക്ക് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചതായിട്ട് നല്ലപോലെ വീർത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് ആദ്യം അടപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന തട്ടുകളാണ്. നമുക്കിത് ഓയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക്
ഒന്ന് ആവി കയറ്റാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമുക്ക് വേഗത്തിൽ വിട്ട് കിട്ടും. അഞ്ജുനും ഇപ്പോൾ കാറ്റക്കിസം സാറ്റർഡേയിലാണ്, സൺഡേയിലല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ ഒപ്പം തന്നെ അഞ്ജു വീട്ടിലേക്ക് പോരും. അപ്പോൾ അഞ്ജുവിനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അഞ്ജു പിന്നീട് വരുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് മാർക്കറ്റിലും പോകാനുണ്ട്. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഞാൻ എന്താ കിളിമീൻ ഞങ്ങൾ ലുലുമോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നന്നായി മസാലയൊക്കെ പറ്റി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ അതേപോലെ തന്നെ ഇരിക്കണേ, അത് വിട്ടിട്ടില്ല. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾ ഇന്നലെ ഫ്രൈ ചെയ്തായിരുന്നു. ബാക്കി ഇതാ അങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ട് വേണം. ഇത് ഉച്ചയാവും ഇതിൻ്റെ തണുപ്പൊക്കെ വിട്ട് വരുന്നത്. കാരണം മസാല പറ്റി വെച്ചത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിടാനൊന്നും പറ്റില്ലല്ലോ ഇനി. അപ്പോൾ അതേ നമ്മുടെ തട്ടുകൾക്കൊക്കെ നല്ല പോലെ ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തട്ടുകളെടുത്ത് വേഗത്തിൽ തന്നെ മാവ് ഒഴിക്കാം. മാവ് എന്തായാലും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡും കൂടെ വേഗത്തിൽ തന്നെ റെഡിയാക്കണം. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കറി എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് കറിയുള്ളൂ. പരിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ നമുക്ക് പരിപ്പെടുത്തുനിന്ന് വെള്ളത്തിലിടാം. പരിപ്പിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരത്തേക്ക് ഇനി നീക്കി വയ്ക്കുകയാണ്. ഇതുപോലെ നിന്ന് കുതിരുന്നേക്ക് നമുക്ക് പരിപ്പിന് വേണ്ട ഐറ്റംസുകളൊക്കെ വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സിമ്പിളായിട്ടുള്ള പരിപ്പ് ഉണ്ടാക്കണം. തക്കാളി, പച്ചമുളക് ഐറ്റംസൊക്കെ എടുക്കാം നമുക്ക്. നമ്മൾ ഇഡ്ഡലി കുക്കായി കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടുകളൊക്കെ വെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കാൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ ഇരുന്ന് ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുത്തിയെടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. ഇഞ്ചി നന്നാക്കി കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. വെളുത്തുള്ളി പിന്നെ ഞാൻ എയർ ഫ്രയറിൽ ഇന്നലെ വെച്ച് പെട്ടെന്ന് തൊണ്ട് കളഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് കൂടുതൽ സൗകര്യമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇതിനകത്ത് എയർ ഫ്രയറിൽ തൊണ്ട് കളഞ്ഞെടുത്തത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തത്. ഇതൊക്കെയാണ് ഞാൻ പരിപ്പിലേക്ക് ഇടുന്നത്. ഒരു സബോള, ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇത്രയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഇഡ്ഡലി എടുക്കാം. ഇഡ്ഡലി ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും. ഇഡ്ഡലി ഇതാ നല്ലപോലെ കുക്കായി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ട് നീക്കി വയ്ക്കുക.
വെള്ളത്തിൻ്റെ ചൂടൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ചൂടൊക്കെ മാറി ഇപ്പോൾ നോർമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്നിയും വേഗത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ചട്നി താളിച്ചൊഴിക്കാനുള്ള അതും കൂടെ ഞാനൊന്ന് വേഗം കട്ട് ചെയ്ത് ചട്നി അരച്ചിട്ട് വരാം. അപ്പോൾ ചട്നിയൊക്കെ ഞാൻ അരച്ച് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിക്കായിട്ടൊന്ന് താളിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ചൂടായിട്ട് ഞാൻ കടുകിട്ടേക്കണം പൊട്ടിക്കാനായിട്ട്. ഇവിടെ ഞാൻ ഇത്തിരി ചെറിയ ഉള്ളിയും പിന്നെ ഇത്തിരി വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ശകല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്തിരി കറിവേപ്പില പരിപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കണം, എനിക്കും കൂടി ഇടാം. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തു. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടോ. ഇവിടെ ചട്നി നല്ല ബ്യൂട്ടിഫുൾ ചട്നി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് കുത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ഇഡ്ഡലി. ഇത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും റെഡി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു റൈസ് അടുപ്പത്തിടണം. അതുപോലെ തന്നെ പരിപ്പും നമുക്ക് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ വിസിൽ വരുമ്പോഴൊക്കെ അതൊക്കെ നോക്കി 5 നിർത്തിക്കോളും. ഫ്ലെയിം ഓഫ് ആക്കേണ്ട സമയത്തൊക്കെ ഓഫാക്കിക്കോളും. അപ്പോൾ ആ ജോലി ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരി ഞാൻ അവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ UP റൈസ് തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ റൈസ് കുക്കായിക്കോളും. തോരൻ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ പരിപ്പ് കറിയും അതുപോലെ തന്നെ കിളിമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ കിളിമീൻ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് കാണും. അപ്പോൾ ആ സമയത്ത് വറക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ വിടാനായിട്ട്. ഇതിനിടയ്ക്ക് കണ്ടൊരു ടിപ്സാണ്, നമ്മൾ അടപ്പിൻ്റെ സൈഡിലായിട്ട് കുക്കറിൻ്റെ അടപ്പിൻ്റെ സൈഡിലും ഇവിടെയൊക്കെ ഇത്തിരി ഓയിലൊന്ന് പുരട്ടി കൊടുത്താൽ ഒട്ടും തന്നെ പുറത്തേക്ക് ചീറ്റി വരില്ല, വെള്ളമൊന്നും പുറത്തേക്ക് ഒട്ടും തെറിക്കില്ലാന്ന്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ അധികം പുറത്തേക്ക് വരുന്നതായിട്ട് പിന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ വെരി റെയർ കേസിലൊക്കെ പുറത്ത് വരുള്ളൂ. പക്ഷെ നമ്മളിതെങ്ങനെയും ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഞാൻ പരിപ്പ് ഉണ്ടാക്കാനുള്ള കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട്. എൻ്റെ കൈമ എന്തായാലും ഓയിലായി. എന്നാൽ പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ അടപ്പനിലേക്ക് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അടുപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ റൈസ് കുക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് പരിപ്പ് കറി വയ്ക്കാനായിട്ട് പരിപ്പൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ നമുക്കിനി പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്കൊരു പൊട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വന്നു കഴിയുമ്പോൾ ഒന്ന് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. ഇന്ന് തോരൻ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. തോരൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായി പോകും. പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ 5 കഴുകിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ജോലി എളുപ്പമായി. ഞങ്ങളിനി വേഗത്തിൽ മാർക്കറ്റിൽ പോവാണ്. അപ്പോൾ പ്ലേറ്റിൻ്റെ കാര്യമൊക്കെ 5 നോക്കിക്കോളൂ. ഇനി പിന്നെ നമുക്കിനി വന്നിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നില്ല, കാരണം ഇനിയും ഉള്ളിൽ നിന്ന് വിട്ട് കിട്ടാനുണ്ട്. ചെറുതായിട്ടൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ അടച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് വന്നിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഞങ്ങൾ ചെറിയൊരു കിച്ചൺ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്.
അപ്പോൾ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.